നമസ്കാരം. എമ്പുരാൻ സിനിമയുടെ പേരിൽ വലിയ തോതിലുള്ള സൈബർ അറ്റാക്കിന് വിധേയമാവുകയാണല്ലോ പൃഥ്വിരാജും മല്ലിക സുകുമാരനും കുടുംബവും. മോഹൻലാൽ അല്ല, പൃഥ്വിരാജാണ് മാപ്പ് പറയേണ്ടത് എന്നാണ് ചിലരുടെ ആവശ്യം. പൃഥ്വിരാജിനെതിരെ നടക്കുന്ന സൈബർ അറ്റാക്കുകളെയും പ്രചാരണങ്ങളെയും പ്രതിരോധിച്ച് രംഗത്ത് വന്നത് മല്ലിക സുകുമാരനാണ്. ഈ അവസരത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് തോന്നുകയാണ്. 2013 സെപ്റ്റംബർ മാസത്തിൽ നടന്ന സംഭവമാണ്. അന്ന് ഞാൻ അമൃത TV-യിൽ ജോലി ചെയ്യുകയാണ്. ഓണത്തിനോടനുബന്ധിച്ച് ചില സ്റ്റാർ ഇൻ്റർവ്യൂകൾ എടുക്കണമെന്ന് അന്ന് ചീഫ് എഡിറ്ററായിരുന്ന കെ ഗോപാലകൃഷ്ണൻ സാർ നിർദ്ദേശിച്ചു. തുടർന്ന് പൃഥ്വിരാജിൻ്റെ അഭിമുഖം സംഘടിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അതിനൊരു കാരണം ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ പൃഥ്വിയുടെ മെമ്മറീസ് എന്ന സിനിമ വലിയ വിജയമായതാണ്. ആ വിജയത്തിൻ്റെ പകിട്ടിൽ നിൽക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുക്കാം. മാത്രമല്ല, പൃഥ്വിയുടെ ഇൻ്റർവ്യൂ അതുവരെ അമൃത TV-യിൽ അധികം വന്നിട്ടില്ല. ഞാൻ പല രീതിയിൽ ശ്രമിച്ചു, പക്ഷേ നടക്കുന്നില്ല. പൃഥ്വിരാജിന് ഡേറ്റ് ഇല്ല എന്നുള്ള മറുപടിയാണ് കിട്ടുന്നത്. പിന്നീടാണ് മനസ്സിലായത് അമൃത TV-യും പൃഥ്വിരാജും തമ്മിൽ നേരത്തെ ഒരു പിണക്കമുണ്ട്. സമാഗമം പരിപാടിയുമായി ബന്ധപ്പെട്ടോ മറ്റോ ആണ് ആ പിണക്കം. അതോടെ അഭിമുഖത്തിനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. എങ്കിലും അവസാന ശ്രമം എന്ന നിലയിൽ മെമ്മറീസിൻ്റെ സംവിധായകൻ ജീത്തു ജോസഫിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇനി ഒരാൾ വിചാരിച്ചാൽ മാത്രമേ അഭിമുഖം നടക്കൂ എന്നായിരുന്നു ജീത്തു ചേട്ടൻ്റെ മറുപടി. മല്ലിക ചേച്ചിയെ നേരിട്ട് വിളിക്കുക, കാര്യം പറയുക. അങ്ങനെ ഞാൻ മല്ലിക സുകുമാരനെ വിളിക്കുകയാണ്. ഞാൻ നോക്കട്ടെ മക്കളെ എന്നായിരുന്നു ഉത്തരം. വേറൊന്നും കേൾക്കാതെ മല്ലിക അമ്മ പെട്ടെന്ന് ഫോൺ വെച്ചു. അപ്പോഴും എനിക്ക് പ്രതീക്ഷയില്ല. പൃഥ്വിരാജ് സമ്മതിക്കില്ലായിരിക്കാമെന്നാണ് എൻ്റെ മനസ്സിൽ പറയുന്നത്. പക്ഷെ അന്ന് വൈകിട്ട് മല്ലിക സുകുമാരൻ തിരിച്ചു വിളിച്ചു. ഇന്ന ദിവസം മതിയോ ഇൻ്റർവ്യൂ എന്നായിരുന്നു ചോദ്യം. ഏത് ദിവസമായാലും ഓണത്തിന് മുമ്പ് വേണമെന്നായിരുന്നു സന്തോഷത്തോടെ ഞാൻ മറുപടി പറഞ്ഞത്. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് മല്ലികാമ്മ ഫോൺ വെച്ചു. അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് എനിക്ക് കോൾ വന്നു. ഉറക്കത്തിൻ്റെ ആലസ്യത്തിലാണ് സത്യത്തിൽ ഞാൻ ഫോൺ എടുത്തത്. ഉറക്കമായിരുന്നോ മോനെ എന്നായിരുന്നു മല്ലിക സുകുമാരൻ ചോദിച്ചത്. ഞാൻ അതേ എന്ന് പറഞ്ഞതോടെ അവർ പെട്ടെന്ന് എൻ്റെ അമ്മയായി അങ്ങ് മാറുകയായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേൽക്കാത്തതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് ശാസനയോടെ തന്നെ ആ അമ്മ സംസാരിക്കുകയാണ്. എൻ്റെ മക്കളാണ് രാവിലെ ഇങ്ങനെ കിടന്നുറങ്ങിയത് എങ്കിൽ ഞാൻ അവന്മാരെ വെച്ചേക്കില്ല എന്നൊക്കെ മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. ഞാൻ ആലോചിച്ചു, ഇതും കൂടെ ചേർത്ത് 3 ഫോൺ കോളിൻ്റെ ബന്ധമുള്ള ആളെയാണ് മല്ലിക സുകുമാരൻ ഈ ശാസിക്കുന്നത്. ഞാൻ ആരെന്ന് പോലും അവർക്കറിയില്ല. എന്നിട്ടും ഒരു മകനോടെന്ന പോലെ അവർ മോനെ എന്ന് വിളിച്ചാണ് അവർ സംസാരിക്കുന്നത്. അവസാനമാണ് വിളിച്ച കാര്യം മല്ലിക സുകുമാരൻ പറഞ്ഞത്. പൃഥ്വിരാജ് ഇന്ന് ഇന്ന സമയം തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ വരും. ആ ഒരു സമയം പറഞ്ഞു. ഇനി രാവിലെ കിടന്നുറങ്ങരുത് എന്നൊക്കെയാണ് മല്ലികാമ്മ പറഞ്ഞ് ഫോൺ വെച്ചത്. ഇൻ്റർവ്യൂവിനെല്ലാം സെറ്റായി. പക്ഷേ ഇൻ്റർവ്യൂവിന് സമയം അടുക്കും തോറും എനിക്ക് ആശങ്ക വന്നു. മല്ലികാമ്മയെ ഞാൻ വീണ്ടും വിളിച്ചു. അവർക്ക് കാര്യം മനസ്സിലായി. ഞാനല്ലേ പറയുന്നത്, അവൻ കൃത്യസമയത്തെത്തും. കറുത്ത പോഷേ കാറാണ്. പറഞ്ഞ സമയത്ത് തന്നെ, അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിന് 5 മിനിറ്റ് മുമ്പ് പൃഥ്വിരാജ് ആ കറുത്ത പോഷേ കാറിൽ വന്നു. നല്ലൊരു ഇൻ്റർവ്യൂ തന്നു. യൂണിറ്റ് അംഗങ്ങളുമായി എല്ലാം ഫോട്ടോ എടുത്തു മടങ്ങി. ഞാൻ നന്ദി പറയാൻ വീണ്ടും മല്ലികാമ്മയെ വിളിച്ചു. ഓക്കെ മോനെ, പിന്നെ ഒരു കാര്യം, രാവിലെ എഴുന്നേറ്റ് ശീലിക്കണം, എന്നാലേ ജീവിത വിജയം ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞാണ് മല്ലികാമ്മ ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത്. ഞാൻ അതിനുശേഷം മല്ലികാമ്മയെ വിളിച്ചിട്ടില്ല. ഇന്നുവരെ മല്ലിക സുകുമാരനെ നേരിട്ട് കണ്ടിട്ടുമില്ല. ഈ അനുഭവം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ വിവാദത്തിൽ പൃഥ്വിരാജിന് വേണ്ടി സംസാരിക്കാൻ മല്ലിക സുകുമാരൻ നേരിട്ട് രംഗത്തിറങ്ങിയതിൽ എനിക്ക് യാതൊരു അത്ഭുതവും തോന്നിയില്ല. ഇത്രയും വലിയ സ്റ്റാറിന് വേണ്ടി സംസാരിക്കാൻ സ്വന്തം അമ്മ രംഗത്തെത്തേണ്ട കാര്യമില്ലല്ലോ. ഫാൻസ് അസോസിയേഷനുണ്ട്, സഹതാരങ്ങളുണ്ട്, അമ്മ എന്ന സംഘടനയുണ്ട്. പക്ഷേ ഫേസ്ബുക്കിൽ പോസ്റ്റ് വിട്ട് രംഗത്ത് വന്നത് മല്ലിക സുകുമാരനാണ്. ചെറുപ്രായത്തിൽ സുകുമാരൻ മരിച്ചതിന് ശേഷം ആ സ്ത്രീ ജീവിച്ചത് മക്കൾക്ക് വേണ്ടിയായിരുന്നു. അടുക്കും ചിട്ടയും വിനയവും ലക്ഷ്യബോധവുമുള്ള കുട്ടികളായ ആ മക്കളെ വളർത്തി. ഇത്രയും വലിയ നടന്മാരായിട്ടും ഇന്നും മല്ലിക സുകുമാരൻ പറയുന്നതാണ് ഇരുവർക്കും അവസാന വാക്ക്. വലിയ ഒരു പ്രശ്നം മറന്ന് മല്ലിക അമ്മ പറഞ്ഞപ്പോൾ പൃഥ്വി അന്ന് അഭിമുഖത്തിന് വന്നു. വലിയ താരമായിട്ടും പൃഥ്വിരാജിന് അമ്മയുടെ വാക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ആ അമ്മയോടുള്ള കരുതൽ പല വേദികളിലും ഇടറിയ ശബ്ദത്തോടെ പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ളതുമാണ്. അങ്ങനെയുള്ള മകൻ്റെ അമ്മയല്ലാതെ അവന് വേണ്ടി ആര് സംസാരിച്ചാൽ ഇത്രയും ഷാർപ്പാകും, ഇത്രയും പ്രഹരശേഷി വരും. ആ അമ്മ മനസ്സ് മകനെക്കുറിച്ച് വേണ്ടാധീനം പ്രചരിക്കപ്പെട്ടപ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റു. മകനു വേണ്ടി പരിച തീർത്തു. മകനെതിരെ പറഞ്ഞവരോട് വാക്കുകൊണ്ട് യുദ്ധം ചെയ്തു. എമ്പുരാൻ വിവാദത്തിൽ പലരും തോറ്റുപോയിടത്താണ് മല്ലിക സുകുമാരൻ കരുത്തുള്ള വാക്കുകളുമായി തല ഉയർത്തി നിന്നത്. അങ്ങനെയുള്ള ഒരാളെ സൈബർ ഇടത്തിൽ ചെളിവാരി എറിഞ്ഞ് അങ്ങ് നശിപ്പിച്ച് കളയാമെന്ന് വിചാരിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക. നിശ്ചയദാർഢ്യത്തിൻ്റെയും കഠിന പരിശ്രമത്തിൻ്റെയും വഴിയിലൂടെ സഞ്ചരിച്ച് വിജയിച്ച സ്ത്രീയാണ്.
തിരിച്ചടി ഏത് മട്ടിലായാലും അവരത് വകവയ്ക്കുമെന്ന് തോന്നുന്നില്ല. അവരുടെ ലക്ഷ്യബോധം എത്രത്തോളം വലുതും വിലയുള്ളതുമാണെന്ന് സ്വന്തം അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായതാണ്. അവർ വളർത്തിയ മകനാണ് വലിയ വലിയ സ്വപ്നങ്ങളുള്ള, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടനായ പൃഥ്വിരാജായത്. അയാളുടെ നിലപാടുകളിലെ വ്യക്തത പലവട്ടം മലയാളിക്ക് ബോധ്യപ്പെട്ടതാണ്. രായപ്പൻ എന്ന് വിളിച്ച് തളർത്താൻ നോക്കിയിട്ടും ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്നവനാണ് പൃഥ്വിരാജ്. മല്ലികാ സുകുമാരൻ പകർന്നു നൽകിയ ലക്ഷ്യബോധം, ആത്മവിശ്വാസം, അത് തന്നെയാണ് പൃഥ്വിരാജിന്റെ കരുത്ത്. അങ്ങനെയുള്ള കരുത്തുറ്റ സ്ത്രീയെയും മകനെയും സൈബർ അറ്റാക്ക് കൊണ്ടോ കുടുംബാംഗങ്ങളെ തെറി വിളിച്ചത് കൊണ്ടോ തളർത്താനാകില്ല. തോൽക്കുന്നത് നിങ്ങളായിരിക്കും. അവർ തല ഉയർത്തി തന്നെ നിൽക്കും, ഇനിയും ഉയരങ്ങൾ കീഴടക്കും.